ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പതിവ് പോലെ അടുക്കളയിലൊക്കെ വന്ന് ഞാൻ ആദ്യം തന്നെ ചോറ് ഞാൻ അടുപ്പത്ത് വെക്കുക, റൈസ് കുക്കറിനെടുത്ത്. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനാകുമ്പോഴത്തിന് ചോറാവത്തില്ല, വെന്ത് കിട്ടത്തില്ല കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഇഡ്ഡലിയും സാമ്പാറാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്ക് ചോറ് വേണ്ട. ഞങ്ങളത് സ്കൂളിൽ കൊണ്ടുപോകാം. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. സാമ്പാർ വെക്കാൻ നോക്കുമ്പോൾ പരിപ്പില്ല, തുമരപ്പരിപ്പ്. കട തുറന്നിട്ടുമില്ല. നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട് ഒരു കട. ഒരു 6:30 ആവും അയാൾ തുറക്കണമെങ്കിൽ. അന്നേരം കഷ്ണമൊക്കെ മുറിച്ച് പാത്രത്തിലാക്കി വെച്ചാൽ എളുപ്പമുണ്ടല്ലോ, കുക്കറിലിട്ട് അടിച്ചെടുത്താൽ. അങ്ങനെ ചായയൊക്കെ ഇട്ട് പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി അങ്ങ് പാർന്നൊഴിച്ച് വെച്ച്. ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് 2 പേർക്കൊന്ന് ചോറ് വേണ്ട. ഇന്നലെ രാത്രി ട്യൂഷന് പോയിക്കാണ്ട് കുഞ്ഞുങ്ങൾ മൂത്ത ആൾ നോട്ട്ബുക്ക് അവിടെ മറന്നിട്ട് വന്ന്. അപ്പോൾ ഇളയാളെ പറഞ്ഞ് വിട്ടത് കൊണ്ടുവച്ചു. അപ്പോൾ പറയും എന്നോട്, ടീച്ചർ വൈകിട്ട് വന്ന റുബാക്ക് അടി കൊടുക്കും ഈ നോട്ട് അവിടെ മറന്നിട്ട് വന്നതിന്. നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്കൊന്ന് താളിച്ചെടുക്കണം. തുമരപ്പരിപ്പ് അടിയെ പിടിച്ചോന്നൊരു സംശയം. പെട്ടെന്ന് പാത്രം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചാറിനൊരു കങ്ങിയ ചൊവ വരും. പാത്രമൊക്കെ ഞാൻ മാറ്റിക്കൊടുത്ത് താളിച്ചെടുത്ത പിന്നെ ഇവർക്ക് അങ്ങ് പാത്രത്തിലാക്കി കൊടുക്കാമല്ലോ. അപ്പം വലിയ ജോലിയൊന്നുമില്ല. കാരണം ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൈസ് കുക്കറിനകത്തൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ രാവിലെ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ അവരെ ലഞ്ചും സ്നാക്സൊക്കെ ആക്കിയിട്ട് വേണം. മൂത്ത ആൾ പനിയായിട്ട് 2 ദിവസം സ്കൂളിൽ പോയില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് നോട്ട് ഒത്തിരി എഴുതാണ്ട്. ഓരോരുത്തരോട് നോട്ട് ചോദിച്ച് വിട്ട് തന്ന് ഇവിടെ എത്തുമ്പോഴേക്കും സമയം 11 മണി 11:30 വിട്ടിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് പകർത്തി എഴുതിയെടുക്കണ്ടേ. ഒത്തിരി കാണുമ്പോൾ 4ാം ക്ലാസ് പഠിക്കണോണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകാണ്ട് തന്നെ അതൊക്കെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വേണം. വിശക്ക് ഭയങ്കര വിശപ്പ്. എന്താ ഇൻസുലിൻ എടുത്തോണ്ടാ തോന്നുന്നു, ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ഇഡ്ഡലി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നപ്പോൾ അവൾക്കും വേണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്ന അവളെ. പിന്നെ അവളും ഞാനത് കഴിച്ച് പിന്നെ അവരെ വണ്ടിയും വന്ന് അവരങ്ങ് പോയി. പിന്നെ അവർ പോയതിന് ശേഷമാണ് ഞാൻ തൂത്ത് വാരണം തുടക്കണമൊക്കെ. ഇവിടെ ചപ്പ് അറിയണത് കാര്യമായിട്ട് പേപ്പർ വലിച്ച് കീറുക, അതാണ് ഇളയാളെ ജോലി. അത് വലിച്ച് കീറി കട്ടിൻ്റെ ചോട്ടിക്ക് അങ്ങനെ എടുത്തെറിയും. അതുപോലെ പെൻസിൽ കൂർപ്പിച്ച് തീർക്കൊരു ഒരാഴ്ചക്കില്ല ഒരു പെൻസിൽ. എന്താ ചെയ്യുന്നാവോ. അങ്ങനെ പിന്നെ അവർ പോയ പിന്നെ അകത്തത്തെ അവസ്ഥ ഇതാണ്. എല്ലാം ഭാര്യ വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട് TV കാണാൻ സൗകര്യത്തിനാണ് ഇങ്ങോട്ട് എടുത്തിടുന്നത്. ഞാനത് അങ്ങോട്ട് നീക്കാൻ, അവരിത് ഇങ്ങോട്ട് ഇടാനും. പിന്നെ എല്ലാം തട്ടിക്കൊട്ടി തൂത്ത് വാരി മുറ്റമൊക്കെ തൂത്തിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കാനും തുണി കഴുകിയത് ചിക്കിടാനൊക്കെ ഉണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ മുറ്റൊക്കെ തൂത്ത് വാരി. എന്നാൽ നല്ല വെയിലുണ്ട്, എന്നാൽ തൂത്ത് വാരി വേഗം ചുട്ടെടുക്കാമല്ലോ, വേഗം ചപ്പ് ഉണങ്ങി കിടന്നാൽ. അവന് വേഗം തൂത്ത് വാരിയിട്ട് എന്നാൽ വൈകിട്ട് തീ കൊടുക്കാമെന്ന് വിചാരിച്ച്.
ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കാണ്ടായിരുന്നു. കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, കാരണം അവർക്ക് ചോറ് ഇതൊന്നും കൊണ്ടുപോകാത്ത എനിക്ക് വൈകിട്ടേ വരത്തുള്ളൂ. ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.